ിരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, അവന്റെ മുഖത്തെ ചിരി അതാണ് കാണുന്നത്. അവന്റെ അല്ലെ എനിക്ക് തരുന്ന കാര്യം പറഞ്ഞേ, അവന് കിട്ടുന്ന കാര്യമല്ല, അവൻ ഇന്നും കിട്ടും. ജനീഷ് കൊടുക്കുന്നുള്ളത് എനിക്കറിയാം. എന്നെ ഇവൻ പരിപാടിക്ക് വിളിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ ഓണത്തിനൊക്കെ, എങ്ങനെയെങ്കിലും പറഞ്ഞു ചേട്ടാ ഓരോ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവന് എന്റെ അവസ്ഥ കണ്ട് നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ ഓണത്തിന്റെ പരിപാടി, ഓണത്തിന്റെ ആഘോഷമൊക്കെ ആകെ മാറി. ഇന്നിപ്പം തിരുവാതിര കളി മാറി, ഒരുമാതിരി കളിയായി, കുമ്മേടി മാറി, കുളിച്ചെറുപ്പ് കുമ്പിനിട്ടടിയായി, വള്ളംകളി മാറി, വെള്ളംകളിയായി, പുലികളി മാറി, ഒന്ന് പലുകളിയായി, കൈകൊട്ടിക്കളി മാറി, കൈ വെട്ടിക്കളിയായി. മാർഗം കളിക്കാൻ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് മാർഗം കളിക്കാരും മറ്റു മാർഗം തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. തുമ്പി തുള്ളലില്ല, തമ്പിയാണ് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. തമ്പിയാണെങ്കിലും സാധാരണ തുള്ളലല്ല, ആവറേജ് തുള്ളലല്ല, നല്ല ബിവറേജ് തുള്ളലാണ് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ ആകെ മാറി പറഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് നിൽക്കുന്നത്. രണ്ടായാലും പണ്ട് നമുക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു, ഇനി നമുക്കൊരു നല്ല കാലം ഉണ്ടാവും എന്ന് പറയുന്ന ആശയുടെയും പ്രത്യാശയുടെയും ഇടയിലുള്ള ആഘോഷങ്ങളാണ് നമ്മൾ എല്ലാ കാലത്തും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒത്തുകൂടുക എന്ന് പറയുന്നത്, ഇപ്പൊ പൊതുവേ നമുക്ക് ഒത്തുകൂടാനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കുന്നതും ഒത്തുകൂടുന്നതും ഒക്കെ താരതമ്യേന വളരെ കുറവാണ്. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ കുറവാണ്. അത് നമുക്ക് ഒരാൾ ഉണ്ടാക്കി തരുന്നു. ഇതിന്റെയൊക്കെ ചെലവുകൾ, വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ സംഘാടനം എന്നൊക്കെ പറയുന്നത് വലിയ പാടാണ്. അതെല്ലാം ചെയ്ത് നമുക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒത്തുചേർന്നിരിക്കുക എന്ന് പറയുന്നത് തുടങ്ങാറായോ? ഒത്തുചേർന്നിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇപ്പം കുറച്ചു ദിവസം മുമ്പ് സ്വാതന്ത്ര്യദിനം കഴിഞ്ഞു. സ്വാതന്ത്ര്യദിനത്തെ കുറിച്ച് ആലോചിച്ചാല് അന്ന് 38 കോടിയാണ് ഇന്ത്യക്കാരുടെ എണ്ണം. 38 മുതൽ 40 കോടി വരെ ഇന്ത്യക്കാരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. 200 വർഷം ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിച്ചു. 1800കളുടെ പകുതി തുടങ്ങിയിട്ട് 1947 വരെ സ്വാതന്ത്ര്യ സമരം നീണ്ടു നിന്നു. 100 കൊല്ലം നീണ്ടു നിന്നു ഈ സ്വാതന്ത്ര്യ സമരം. എന്തുകൊണ്ടാണ് ഈ 200 വർഷം കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ ആകെപ്പാടി